നമസ്കാരം. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു സത്യമാണ്. ഭരണം ആഡംബരത്തിലല്ല, മറിച്ച് ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളിലാണ് നിലനിൽക്കുന്നത്. 1258 ബാഗ്ദാദിൽ നടന്നത് ഒരു യുദ്ധം മാത്രമായിരുന്നില്ല, ഒരു ഭരണകൂടത്തിന്റെ ദയനീയമായ പതനമായിരുന്നു. ആഗോളതലത്തിൽ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന ഒരു നഗരം ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾ കൊണ്ടും അമിതമായ അധികാരമോഹം കൊണ്ടും എങ്ങനെ ഇല്ലാതായി എന്നത് ഇന്നും ചരിത്രത്തിലെ വലിയൊരു പാഠമാണ്. അബ്ബാസി ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഭരണകൂടം അഴിമതിയുടെയും ഉൾപോരുകളുടെയും കേന്ദ്രമായി മാറിയിരുന്നു. ഭരണാധികാരികളായ ഖലീഫമാർ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം കൊട്ടാര സുഖങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകി. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വന്നിട്ടും അതിനെ ഗൗരവമായി കണക്കാക്കാൻ അവർ തയ്യാറായില്ല. ഒരു ഭരണാധികാരിയുടെ അമിതമായ ആത്മവിശ്വാസം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് അപകടത്തിലാക്കിയത്. ശത്രുക്കൾ വാതിൽപ്പടിയിലെത്തുന്നതുവരെ കാര്യങ്ങൾ ഗൗരവമായി കാണാത്ത ആ മനോഭാവം വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കി. ബാഗ്ദാദിലെ പ്രശസ്തമായ ഗ്രന്ഥശാലകൾ വിജ്ഞാനത്തിന്റെ വിളനിലമായിരുന്നു. എന്നാൽ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിച്ച ഭരണാധികാരികൾ ഈ വിജ്ഞാനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ നഗരത്തിന്റെ സുരക്ഷയേക്കാൾ സ്വന്തം അധികാരം സംരക്ഷിക്കാനാണ് പലരും ശ്രമിച്ചത്. തൽഫലമായി നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വെച്ച അമൂല്യമായ ഗ്രന്ഥങ്ങളും അറിവുകളും നശിച്ചുപോയി. ചരിത്രകാരന്മാർ പറയുന്നത് ടൈഗ്രീസ് നദിയിലെ വെള്ളം പുസ്തകങ്ങളിലെ മഷി കൊണ്ട് കറുത്ത നിറമായി മാറി എന്നാണ്. സ്വന്തം പൈതൃകം കാത്തുസൂക്ഷിക്കാൻ പോലും കഴിയാത്ത ഭരണകൂടങ്ങളുടെ വീഴ്ചയാണിത്. ബാഗ്ദാദിന്റെ പതനത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഭരണാധികാരികൾക്കിടയിലെ ഐക്യമില്ലായ്മയാണ്. മതപരമായ കടുംപിടുത്തങ്ങളും അധികാരത്തോടുള്ള അത്യാർത്തിയും മൂലം പുറത്തുനിന്നുള്ള ഭീഷണിയെ നേരിടാൻ ഒരുമിച്ച് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ചരിത്രത്തിലെ ഏത് സാമ്രാജ്യത്തെയും പോലെ ബാഗ്ദാദും തകർന്നത് പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ടല്ല, മറിച്ച് അകത്തുനിന്നുള്ള ഭിന്നതയും ഭരണപരമായ കെടുകാര്യസ്ഥതയും കൊണ്ടാണ്. ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണമില്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യം തകരും. രാജ്യത്തിന്റെ ഐക്യതയേക്കാൾ അധികാരത്തിന് മുൻഗണന നൽകുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു തകർച്ചയാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും സ്വന്തം സുരക്ഷയിൽ അമിതമായി വിശ്വസിക്കുകയും ചെയ്യുന്നവർ കാലത്തിന്റെ ഗതിവിഗതികളിൽ ഇല്ലാതാകും. ബാഗ്ദാദിന്റെ പതനം ഒരു സാമ്രാജ്യത്തിന്റെ മാത്രം കഥയല്ല, അധികാരത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ഏതൊരു ഭരണകൂടത്തിനും സംഭവിക്കുന്ന തിരിച്ചടിയാണ്. തെറ്റായ നേതൃത്വവും ആസൂത്രണമില്ലാത്ത ഭരണവും ഒരു സംസ്കാരത്തെ തന്നെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന് 1258 ബാഗ്ദാദ് ഒരു ദൃഷ്ടാന്തമായി ചരിത്രത്തിൽ അവശേഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.